നമസ്തേ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ശ്വാസ സംബന്ധമായിട്ടുള്ള പ്രോബ്ലംസ് അനുഭവിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് യോഗ എക്സസൈസുകളാണ്. ഏതൊരാൾക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രീത്ത് എക്സസൈസുകൾ. ഇതിൽ ചെയ്യേണ്ടത് നിവർന്നിരുന്നു, ആദ്യം നട്ടിൽ നിവർന്നിരിക്കുക എന്നുള്ളതാണ്. നട്ടിൽ നിവർന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണ്. ഇനി ഇരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ നിങ്ങൾക്ക് ചെയർ യൂസ് ചെയ്യാവുന്നതാണ്. ചെയറിലിരുന്നു കൊണ്ട് ചെയറിലിരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മലർന്ന് കിടക്കുന്ന ചെയറല്ല, നമ്മൾ ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന രീതിയിലുള്ള ചെയർ ആണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പോൾ 3 തരം എക്സസൈസുകളാണ് ഇത് വരുന്നത്. ആദ്യം വരുന്നതാണ് നാഡി ശോധന പ്രാണായാമം എന്ന പേര്. ചെയ്യാൻ എളുപ്പമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന ഒരു പ്രാണായാമമാണ്. അതിനാദ്യം വേണ്ടത് നമ്മുടെ ഇടത് കൈ. നിങ്ങൾ ഇടത് കൈ യൂസ് ചെയ്യുക. ഇടത് കൈ നേരെ ഈ ഇടത്തൊടയിൽ വയ്ക്കും. ചിന്മുദ്രയാണ്, ഇതിനാണ് ചിന്മുദ്ര എന്ന് പറയുന്നത്. ചൂണ്ടുവിരലും നമ്മൾ പെരുവിരലും ചേർത്ത് വെച്ചുകൊണ്ട് ജസ്റ്റ് നമ്മുടെ ഇടത്തൊടയിൽ വയ്ക്കുക. അത് യൂസ് ചെയ്യണ്ട. പിന്നെ വരുന്നത് നമ്മൾ വലത് കൈ യൂസ് ചെയ്യാം. നമുക്കിതിന് വേണ്ടിയിട്ട് അതിന് ഈ നടുവിരൽ അതുപോലെ തന്നെ ചൂണ്ടുവിരൽ ഒന്ന് മടക്കി വയ്ക്കുക. അതുപോലെ എന്നിട്ട് നേരെ നമ്മൾ മുഖത്തിനോട് ചേർത്ത് കൊണ്ടുവരിക. എന്നിട്ട് നമ്മൾ ഈ വലത് നോസ്ട്രിൽ നമ്മൾ ഈ തള്ളവിരൽ കൊണ്ട് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യാം. ഇടതിലൂടെ മാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വളരെ സാവധാനത്തിൽ ശ്വാസം എടുക്കണം. വളരെ സാവധാനത്തിൽ ഇടതിലൂടെ ശ്വാസം എടുക്കുക. ഫുള്ളായിട്ട് ശ്വാസം എടുത്തതിന് ശേഷം ഒന്ന് ഹോൾഡ് ചെയ്യണം. ശ്വാസത്തെ ബലം പിടിച്ച് ഹോൾഡ് ചെയ്യരുത്, ഒന്ന് വെറുതെ നോർമൽ ഹോൾഡ് ചെയ്യണം. അതിനുശേഷം നമ്മുടെ ഈ റിംഗ് ഫിംഗർ, അതായത് മോതിര വിരൽ കൊണ്ട് ഇടത് നോസ്ട്രിൽസ് അടച്ചു പിടിച്ചുകൊണ്ട് വലതിനെ തുറക്കുക. എന്നിട്ട് എടുത്ത ശ്വാസത്തെ വലതിലൂടെ പുറത്തേക്ക് വിടുക. ഇതുപോലെ വലതിലൂടെ പുറത്തേക്ക് വിടുക. വലതിലൂടെ പൂർണ്ണമായും പുറത്തു വിട്ടതിന് ശേഷം വീണ്ടും എടുക്കുന്ന ശ്വാസം വലതിലൂടെ തന്നെ എടുക്കുക. എന്നിട്ട് വലത് അടച്ചു പിടിച്ചുകൊണ്ട് ഇടത് തുറക്കുക. എന്നിട്ട് ശ്വാസത്തെ ഇടതിലൂടെ പുറത്തേക്ക് വിടുക എന്ന് പറഞ്ഞാൽ കുറച്ച് റൗണ്ടുകൾ ചെയ്യാം. ഒരു 5-10 റൗണ്ടുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇതിനാണ് നമ്മൾ നാഡി ശോധന പ്രാണായാമം എന്ന് പറയുന്നത്. പിന്നെ വരുന്നതാണ് ഡയഫ്രമാറ്റിക്കൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. ഡയഫ്രം എന്ന് പറയുന്നത് ഈ ഒരു പോർഷനാണ് ഡയഫ്രം എന്ന് പറയുന്നത്. ഡയഫ്രം ബേസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നൊരു ബ്രീത്തിങ് എക്സസൈസാണ് ഡയഫ്രമാറ്റിക്കൽ ബ്രീത്തിങ് എന്ന് പറയുന്നത്. അതിന് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ 2 കൈ യൂസ് ചെയ്യണം. ഈ ഒരു കൈ നമ്മൾ ഈ അപ്പർ ചെസ്റ്റിലേക്ക് വെച്ചു കൊടുക്കും. അടുത്ത കൈ നമ്മൾ ഈ നേവൽ റീജിയൻ്റെ തൊട്ട് മുകളിലായിട്ട് വയ്ക്കുക. അതോടൊപ്പം ശ്രദ്ധിക്കുക, ഈ തള്ളവിരൽ തള്ളവിരൽ ഈ ഡയഫ്രമിലേക്ക് ടച്ച് ചെയ്ത് പിടിക്കുക. ഇതാണ് ഡയഫ്രം ടച്ച് ചെയ്ത് പിടിക്കുക. നിവർന്നെടുക്കുക. വീണ്ടും ഈ ശ്വാസം എടുക്കുക. ദീർഘമായിട്ട് ശ്വാസം എടുക്കണം. മൂക്കിലൂടെയാണ് ശ്വാസം എടുക്കേണ്ടത്. ദീർഘമായി മൂക്കിലൂടെ ശ്വാസം അകത്തേക്ക് എടുക്കുക. വളരെ സാവധാനത്തിൽ എടുത്ത ശ്വാസത്തെ ഒരല്പം നേരം ഒന്ന് ഹോൾഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു, ബലം പിടിച്ച് ഹോൾഡ് ചെയ്യരുത്. നോർമലി നിൽക്കുന്ന ഒരു ഹോൾഡിങ് ചെയ്യാം. അതിന് കുംഭകം എന്നാണ് യോഗയിൽ പറയുന്നത്. അത് കുറച്ച് നേരം ശ്വാസം വയ്ക്കുക. എന്നിട്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടുന്നത് മൂക്കിലൂടെ അല്ല വിടേണ്ടത്, നിങ്ങൾ വായിലൂടെ ശ്വാസത്തെ വിടണം. അത് ജസ്റ്റ് ഒന്ന് ശ്വാസം എടുക്കുക. ഒരു നെടുവീർപ്പിടുന്ന ഒരു സുഖം കിട്ടുന്ന രീതിയിലേക്ക് നമ്മൾ വായിലൂടെ ശ്വാസത്തെ വിടണം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ശ്വാസം എടുക്കുമ്പോൾ നമ്മുടെ ഈ വയറിൻ്റെ ഭാഗത്തുള്ള ചലനത്തെ അറിയാൻ ശ്രമിക്കണം. എന്ന് പറഞ്ഞാൽ ശ്വാസം എടുക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, നന്നായിട്ട് ദീർഘമായ ശ്വാസം എടുക്കുമ്പോൾ ഉദരഭാഗം ഇങ്ങനെ വീർത്ത് വരും, ഒരു ബലൂൺ പോലെ വീർത്ത് വരും. തിരിച്ച് ശ്വാസം വിടുമ്പോൾ ഉദരഭാഗം ചുരുങ്ങി വരുന്നതും അറിയണം. അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ട് ആ ഒരു ഉദരഭാഗത്തെ ചലനത്തെ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്നത്. പിന്നെ അടുത്ത വരുന്നതാണ് പെർസ്യൂഡ് ലിപ്പ് മൂവ്മെന്റ്. പെർസ്യൂഡ് ലിപ്പ് മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 2 കൈകളും ചിന്മുദ്രയിൽ വെക്കണം. എന്നിട്ട് 2 തൊടയിൽ വയ്ക്കുക. എടുക്കുന്ന ശ്വാസം ദീർഘമായി ശ്വാസം മൂക്കിലൂടെ എടുക്കുക, അകത്തേക്ക് എടുക്കുക. അല്പം നേരം ഹോൾഡ് ചെയ്തിട്ട് ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നമ്മുടെ ചുണ്ടിനൊന്ന് റൗണ്ട് ചെയ്ത് പിടിക്കുക.
എന്ന് വെച്ചാൽ നമ്മൾ വിസിലൂതുന്ന പോലെയോ അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു മെഴുകുതിരിയെ ഊതി കിടത്തുന്നത് പോലെ ചുണ്ടിനെ പിടിച്ചുകൊണ്ട് ശ്വാസത്തെ പുറത്തേക്ക് വിടണം. ശ്വാസം എടുക്കുക, ഒന്ന് കാണിച്ചു തരാം. ശ്വാസം എടുക്കാം, വീണ്ടും ശ്വാസം എടുക്കും. ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ എപ്പോഴും ശ്വാസം എടുക്കുന്നതും വിടുന്നതും സാവധാനത്തായിരിക്കും എന്നുള്ളതാണ്. ശ്വാസത്തെ കൺട്രോൾ ചെയ്തുകൊണ്ട് എടുക്കാനും വിടാനും ശ്രമിക്കണം. ഇതിങ്ങനെ കുറച്ച് ആവൃത്തികൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മറിയാതെ തന്നെ നമ്മുടെ ശ്വാസത്തിൻ്റെ ആ ഒരു ബ്രീത്തിങ് കപ്പാസിറ്റി, ശ്വാസകോശത്തിൻ്റെ ബ്രീത്ത് കപ്പാസിറ്റി നോർമൽ പതുക്കെ ഇമ്പ്രൂവ് ആവുന്നു. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വേറെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എക്സസൈസ് കൂടിയാണ്. ഈ രണ്ട് കൈ നിർത്തിപ്പിടിക്കുക, എന്നിട്ട് പതുക്കെ ശ്വാസത്തെടുക്കുക. ശ്വാസം എടുക്കുന്നതിനനുസരിച്ച് നമ്മുടെ കൈകളിൽ നിന്ന് പതുക്കെ ഓപ്പൺ ആക്കി കൊണ്ടുവരിക. രണ്ട് കൈ മാക്സിമം പിടിക്കുക. ശ്രദ്ധിക്കുക, നിങ്ങൾ എപ്പോഴാണ് ശ്വാസം എടുത്ത് തീരുന്നത് ആ സമയത്ത് രണ്ട് കൈ നല്ല ഓപ്പൺ ആയിട്ടുണ്ടാവണം. വീണ്ടും ശ്വാസത്തെ പതുക്കെ വിടുക. ശ്വാസം പുറത്തു വിടുന്നതനുസരിച്ച് പതുക്കെ കൈകൾ ചേർത്തുകൊണ്ട് വരണം. പതുക്കെ എപ്പോഴാണ് ശ്വാസം വിട്ട് അവസാനിക്കുന്നത് അപ്പോൾ നമ്മൾ രണ്ട് കൈകൾ ചേർന്ന് വരുന്ന രീതിയിലേക്ക് ശ്വാസത്തിനെയും നമ്മുടെ കൈയുടെ ചലനത്തെയും നമ്മളൊന്ന് സിങ്ക്രണൈസ് ചെയ്യണം, അല്ലെങ്കിൽ വീണ്ടും ഇതേപോലെ ചെയ്യാം. ശ്വാസം എടുക്കുക, വളരെ ശ്വാസം എടുക്കുന്നതനുസരിച്ച് കൈകൾ തിരിച്ചതുപോലെ തന്നെ ശ്വാസം വിടുന്നതനുസരിച്ച് കൈകൾ ചേർത്ത്. ഇതിന് നമ്മൾ പറയുന്നത് ഹാൻഡ് ഇൻ ആൻഡ് ഔട്ട് ബ്രീത്തിങ് ആണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് എവിടെ ഇരുന്നു കൊണ്ട് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സസൈസ് കൂടിയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ബ്രീത്തിങ് എക്സസൈസുകൾ വരുന്നത്.